പാലക്കാട് മലപ്പുറം അതിർത്തിയിൽ നിന്നും ഒരു യുവാവ് സൗദിയിലെ ഹൈറേഞ്ചായ അൽ ബഹയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പിന്നീട് ചെങ്കടൽ തീരമായ ജിദ്ദയിലേക്കും. അദ്ദേഹം തുടങ്ങി വെച്ചത് വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കുമെല്ലാം ഉപകാരപ്പെടുന്ന സ്റ്റേഷനറി മേഖലയിലെ പുത്തൻ സംരംഭമാണ്. സൗദികൾക്കിടയിൽ പുത്തൻ ബ്രാൻഡായി മാറിയ മാസ്കോയുടെ ചരിത്ര കഥയാണ് ഇനി പറയുന്നത്. ഒപ്പം നജ്മത്തൽ മൻഹൽ എന്ന ബ്രാൻഡിന്റെ കഥയും. പ്രായം 16 പിന്നിട്ട സമയം. ഉപ്പയുടെ മരണശേഷമാണ് ജീവിതം തേടി അയാൾ സൗദിയിലെത്തുന്നത്. കേരളത്തിലെ നാട്യമംഗലത്ത് നിന്നും സൗദിയിലെ ഹൈറേഞ്ചിലേക്ക്. അന്ന് വിസടിക്കാനും അതിൻ്റെ സംഗതികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇന്നത്തെ മാതിരിയല്ല. ബോംബെയിൽ വരണം, ബോംബെയിൽ താമസിക്കണം. അങ്ങനെ ബോംബെയിൽ നിന്ന് നമ്മൾ നേരെ റിയാദിൽ വന്ന് റിയാദിൽ നിന്ന് അൽബാഹ എന്ന സ്ഥലത്ത് എത്തുകയാണ് ഉണ്ടായത്. അൽബാഹയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾക്ക് അനുഭവപ്പെട്ടത് നാട്ടിലൊരു സാധാരണ ഒരു നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരാളാണ്. നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്താദ്യം വരുന്നത് സൗദി അറേബ്യയിലേക്കാണ്. അങ്ങനെ സൗദിയിലെത്തിയപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു എല്ലാ ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റഡും ഒരു പുതുമ ഉണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥ ഏകദേശം ഒരു 5-6 ഡിഗ്രി തണുപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ അന്ന് എത്തുന്നത്. അൽബഹയിലെ ബൽജുറൂഷിയിൽ സ്കൂൾ സ്റ്റേഷനറിയിൽ നിന്നായിരുന്നു തുടക്കം. 12 വർഷത്തോളം അവിടെയായിരുന്നു. കോട പൊതിയുന്ന അൽബഹയിൽ നിന്നും ഉള്ളു നിറയെ ചൂടോടെ നിന്നത് പുതിയ സംരംഭം തുടങ്ങാനുള്ള തീയുമായിട്ടായിരുന്നു. അന്നത്തെ സ്പോൺസറുടെ സഹായത്തോടെ അതിനായി ജിദ്ദയിലെത്തി. ഇവിടെ നിന്നായിരുന്നു സൗദിയിലെ സൗദികളുടെ നന്മകളുടെ ചെങ്കടൽ തീരം കണ്ടത്. അൽബഹയുടെ കോട വിട്ട് വന്നത് റീറ്റെയിലിൽ നിന്നും ഹോൾസെയിലിലേക്കായിരുന്നു. ഒറ്റക്ക് ബിസിനസ്സിലേക്ക് മാറിയപ്പോൾ സാമ്പത്തികമായ പിരിമുറുക്കം. അതോടെയാണ് പ്രാർത്ഥനകളുടെ നന്മകളുടെ മഹാപ്രപഞ്ചം മക്ക പ്രവിശ്യയിലെ ജിദ്ദയിൽ അലി കണ്ടത്. ചെക്ക് എഴുതിയിട്ട് ചെക്ക് ഒപ്പിട്ടിട്ട് എത്ര വേണ്ട എഴുതിയെടുത്തോ എന്ന് പറഞ്ഞ മുതലാളിയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ താരം. അങ്ങനത്തെ കുറേ മുതലാളിമാരും നമ്മൾ സൗദികളെ നമ്മളെ ബിസിനസ് നന്നാകുമ്പോഴും നമ്മളെ സഹായിച്ചവരെ മറക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ അത്രയും നല്ല സൗദികളുടെ കൂടെ ആയിരുന്നു നമ്മളുടെ തുടക്കം. ഇപ്പോഴും ഈ യാത്രയിലും അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് മുതലാളിമാർ എപ്പോഴും നമ്മളെ വിസിറ്റ് ചെയ്യും, നമ്മൾ അവരെ വിസിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ തുടക്കം. ജിദ്ദയിൽ വന്ന് ഏകദേശം ഇപ്പോൾ ഒരു 25 കൊല്ലം. കൈവിടാതെ നിന്ന സൗദികൾ, അവരടക്കം അനേകം സൗദി സുഹൃത്തുക്കൾ, അവരോടൊപ്പമുള്ള സഹവാസവും യാത്രകളും. വിദേശികൾക്ക് നിക്ഷേപത്തിന്റെ അവസരം തുറന്നപ്പോഴും അതിലേക്ക് മാറിയപ്പോഴും അന്ന് കൂടെ നിന്ന സൗദികൾ ഇപ്പോഴും അലിയുടെ തോണിയിലുണ്ട്. അതുകൊണ്ടൊരു പേരും വീണു. സത്യത്തിൽ ഇന്നെ ഒരു നമ്മളെ കൂട്ടുകാരൊക്കെ എനിക്കൊരു പേരിട്ടിരുന്നു, മലബാരി സൗദി. ഈ മലബാരി സൗദി എന്ന് അവർ തമാശാ രൂപത്തിൽ പറയുകയാണെങ്കിലും സത്യത്തിൽ ഞാൻ അത് കേട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം മലബാരി സൗദി എന്ന് പറയുമ്പോൾ ഞാൻ ഈ സൗദികളോടുള്ള ഇടയ്ക്കൊക്കെ തോപ്പൊക്കെ ഇടും. അതുമാതിരി സൗദികളുടെ അടുത്ത് നിന്നിട്ട് അവരുടെ കൂടെ അങ്ങോട്ടും യാത്ര ചെയ്യും. പിന്നെ ഫ്രണ്ട്സൊക്കെ കുറേ സൗദികളായിരുന്നു കൂടുതലും. അപ്പം മലബാരി സൗദി എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമായിരുന്നു. ഒരു ഷട്ടർ കടയിൽ നിന്ന് റിയാദും ദമ്മാമും കടന്ന് GCCയിലൂടെ ചൈന വരെ നീണ്ട ബിസിനസ് സംരംഭങ്ങൾ. ഒരു സ്കൂൾ വിദ്യാർത്ഥി മുതൽ പഠനരംഗത്തുള്ള മുഴുവൻ പേർക്കും ആവശ്യമായതെല്ലാം ഉറപ്പാക്കുക, അതിനുള്ളതായിരുന്നു മാസ്കോ. ഹൈ ക്വാളിറ്റി ബ്രാൻഡുകൾ ഇമ്പോർട്ടിങ്ങിനും എക്സ്പോർട്ടിങ്ങിനും വിശ്വാസമർപ്പിക്കുന്ന ബിസിനസ് ഗ്രൂപ്പായി
നെജ്മത്ത് അൽ മൻഹൽ ട്രേഡിംഗും ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. പണ്ട് കാലത്ത് സിറിയയിൽ നിന്നായിരുന്നു ഉൽപ്പന്നങ്ങളൊക്കെ എത്തിച്ചത്. പിന്നീട് ദുബൈയിലേക്കായി, ശേഷം ചൈനയിലേക്കും ഇറക്കുമതിക്കായി നീങ്ങി. അതൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ചൈനയിൽ നമ്മളുടെ ഓഫീസുകളും സ്റ്റാഫൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അവിടുന്ന് പർച്ചേസിങ്ങും നമ്മുടെ വേണ്ട സാധനങ്ങളൊക്കെ സൗദിയിലേക്ക് എത്തിക്കുകയും ഇവിടെ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്ത് അങ്ങനെയാണ് നമ്മളുടെ തുടക്കം ഉണ്ടായത്. കുട്ടികൾക്കിടയിലേക്ക് പ്രിയം നേടാൻ അന്ന് അലി ഇറക്കിയ ബ്രാൻഡായിരുന്നു മാസ്കോ. അത് സൗദിയിലുടനീളം അന്ന് പ്രസിദ്ധമായി. മക്തബ ഐറ്റംസ്, പിന്നെ കുട്ടികളുടെ അടിയിൽ, പിന്നെ അത് നമ്മളുടെ ബ്രാൻഡിനൊരു പ്രത്യേകത ഉണ്ട്. മാസ്കോ എന്ന് പറയുന്ന ബ്രാൻഡ് കുട്ടികളുടെ അടിയിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അത് എങ്ങനെ അതിനെ ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എന്നുള്ളൊരു കാരണം അതിന് എനിക്ക് സഹായകമായത് ഞാൻ റീറ്റെയിലിൽ നിന്നതാണ്. റീറ്റെയിലിൽ നിന്നപ്പോൾ നമുക്ക് കുട്ടികൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ വാസന, എന്താണ് അവർക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾക്ക് പിന്നെ ഏകദേശം മനസ്സിലായപ്പോൾ നമ്മൾ ആ ഒരു റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചത്. മാസ്കോ ഇപ്പോഴും സജീവമാണ്. ഇതോടൊപ്പം നെജ്മത്ത് അൽ മൻഹൽ എന്ന വിശാലമായ കമ്പനിയും വളർന്നു. നെജ്മത്ത് അൽ മൻഹലിന് കീഴിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്. വിവിധ ഭാഗങ്ങളിൽ അതിവേഗം പുതിയ സ്ഥാപനങ്ങളും വരുന്നുണ്ട്. ഇതിനു പുറമെ വൈവിധ്യമാർന്ന മേഖലയുണ്ടെങ്കിലും അദ്ദേഹം വിടാതെ പിന്തുടരുന്നത് ചെറുപ്പം തൊട്ടേ കൈവച്ചു പോന്ന സ്റ്റേഷനറി മേഖല തന്നെ. ഇന്ന് ഐബ്ലാക്ക് ഉൾപ്പെടെ വിവിധ ബ്രാൻഡുകളും അദ്ദേഹം സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. മകൻ, മരുമകൻ, അളിയൻ എന്നിങ്ങനെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ അലി എന്നും ഉറപ്പാക്കിയിരുന്നു. ഒപ്പം ജീവനക്കാർക്കായി സ്ഥാപനത്തിന്റെ ലാഭം വർദ്ധിക്കുന്നതിന് അനുസരിച്ച് നേട്ടം ലഭിക്കുന്ന രീതിയിലും സംവിധാനമൊരുക്കി. ഇതോടെ ജീവനക്കാരും ചേർന്നു നിന്നു. ഇപ്പം നമ്മളുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ മകനാണ് ഇപ്പം ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. പുതിയ തലമുറ വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ പഴയ മാതിരി ചെയ്ത ഒരു രീതിയിലല്ല, ഒരു ടെക്നോളജിയും അതുമാതിരി മോഡേൺ തിയറികളൊക്കെ ഉപയോഗിച്ച് ബിസിനസ്സിനെ ഒന്നുകൂടി നല്ല ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുപരി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ ഊന്നി പറയേണ്ടത് എല്ലാ ബിസിനസ്സിൻ്റെയും വിജയം ഒരു നല്ല ഫാമിലി സപ്പോർട്ടാണ്. അത് നമ്മളുടെ ഫാമിലി ഇല്ലാതെ ഒന്നിനും നമ്മൾക്ക് സാധ്യമല്ല. അപ്പോൾ ഫാമിലി സപ്പോർട്ട് വളരെ അധികം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളുടെ ബിസിനസ് ഇന്നത്തെ രീതിയിൽ എത്താൻ സഹായിച്ചത്. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അത് ഒന്നു മാത്രമാണ് എല്ലാറ്റിനും കാരണം. ഈ രംഗത്തെ നേട്ടങ്ങൾക്കാണ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരം അലി തോണിക്കടവത്തിന് ഹലാജിദ്ദയിൽ വെച്ച് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ എസ് ഷമ്മരി കൈമാറിയത്. എല്ലാത്തിനും മുകളിൽ ദൈവത്തിന്റെ പിന്തുണ. അലി ആവർത്തിച്ച് പറയുന്നത് അതാണ്. ഓൺലൈനിലേക്കൊക്കെ വിദ്യാഭ്യാസം മാറിയ കാലമാണ്. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട് തന്നെയാണ് അലി തോണിക്കടവത്ത് അക്കരെ അടുക്കുന്നത്.